നമുക്ക് ഇന്ന് സോഷ്യൽ ഡയമെൻഷൻസ് ഓൺ ബിഹേവിയറിനെ കുറിച്ച് നോക്കാം. ഞാൻ മുൻപ് ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സ്പെസിഫിക്കലി വീഡിയോസ് വേണമെങ്കിൽ അത് പറഞ്ഞാൽ ചെയ്യാമെന്നുള്ളത്, സൈക്കോളജി റിലേറ്റഡ്. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റിൻ്റെ ബേസിസിലാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് സോഷ്യൽ ഡയമെൻഷൻസ് ഓൺ ബിഹേവിയർ നോക്കാം. സൈക്കോളജി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ടോപ്പിക്ക് ഇതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ മാക്സിമം കണ്ടൻറ്റ് കവർ ചെയ്യാൻ വേണ്ടി ഇത് ഞാൻ മാക്സിമം 2 പാർട്സിൽ ചെയ്യാനായിട്ട് നോക്കാം. അഥവാ അത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു 3rd പാർട്ടും കൂടി പോകും. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ട് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് പോർഷൻസ് നോക്കാം. അപ്പം അതിനകത്ത് ആദ്യം നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും നോക്കാം. നമ്മൾ പേഴ്സണാലിറ്റിയെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെ ഗോർഡൻ ഓൾപോർട്ടാണ് സോഷ്യൽ സൈക്കോളജിയെക്കുറിച്ചും വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അറ്റംപ്റ്റാണ് മനസ്സിലാക്കാൻ എങ്ങനെ നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, നമ്മുടെ ബിഹേവിയർ ഇത് സൊസൈറ്റിയിലുള്ള, അതായത് മറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ പ്രസൻസ് കൊണ്ട്, അത് ആക്ച്വൽ പ്രസൻസ് ആവാം അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ള നമുക്കൊരു തോന്നലാകാം, അതാണ് ഇംപ്ലൈഡ് പ്രസൻസ്, അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന പ്രസൻസ്. അങ്ങനെ മറ്റുള്ളവരുടെ പ്രസൻസ് കൊണ്ട് എങ്ങനെ ഒരു ഇൻഡിവിജ്വലിൻ്റെ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ചേഞ്ച് ആവും, അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറയുന്നതിനെയാണ് സോഷ്യൽ സൈക്കോളജി എന്ന് ഓൾപോർട്ട് ഡിഫൈൻ ചെയ്തത്. അടുത്ത സ്ലൈഡിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയറിൻ്റെ സ്റ്റഡിയാണ്. അതായത് ഇതിൽ ഫോക്കസ് എപ്പോഴും ഇൻഡിവിജ്വലിനാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ചിന്താഗതി എങ്ങനെ മറ്റുള്ളവരുടെ പ്രസൻസ് കൊണ്ട് അഫക്റ്റ് ആവുന്നു അല്ലെങ്കിൽ മോഡിഫൈ ആവുന്നു എന്നാണ് സോഷ്യൽ സൈക്കോളജി പറയുന്നത്. അത് സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളതാണ്. കാരണം സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റി ആസ് എ ഹോളിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം സോഷ്യൽ സൈക്കോളജിയുടെ ഫോക്കസ് വരുന്നത് ഇൻഡിവിജ്വലിലാണ്. നമുക്ക് സോഷ്യൽ സൈക്കോളജിയുടെ കീ പെർസ്പെക്റ്റീവ്സ് നോക്കാം. 4 ഇമ്പോർട്ടൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ് സോഷ്യൽ സൈക്കോളജിക്ക് ഉള്ളത്. 1 സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ്, 2 എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, 3 സോഷ്യൽ ലേണിംഗ് പെർസ്പെക്റ്റീവ്, 4 സോഷ്യൽ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്. സോഷ്യോ കൾച്ചറൽ, എവല്യൂഷണറി, സോഷ്യൽ ലേണിംഗ്, സോഷ്യൽ കോഗ്നിറ്റീവ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് നോക്കാം. സോഷ്യോ കൾച്ചറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ, നമ്മുടെ ട്രഡീഷൻസ്, നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നമ്മൾ സൊസൈറ്റി ആയിട്ട് നമ്മളിൽ വെച്ചിരിക്കുന്ന ചില നോംസ്, അതായത് ഇങ്ങനെ ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്, ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ ബിഹേവിയർ എങ്ങനെ ഷേപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കളക്റ്റിവിസം വേഴ്സസ് ഇൻഡിവിജ്വലിസം നമുക്കിതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അതിന് കളക്റ്റിവിസം എന്താണ്, ഇൻഡിവിജ്വലിസം എന്താണെന്ന് അറിയണം. ഈസിയാണ്. ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ അവിടെ ഫോക്കസ് എപ്പോഴും ഒരു വ്യക്തി, അയാളുടെ സ്വന്തമായിട്ടുള്ള ഉയർച്ച, അയാളുടെ ഇൻഡിപെൻഡൻസ്, അയാളുടെ സന്തോഷം, അതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി എന്ന് പറയാം. അതേസമയം കളക്റ്റിവിസ്റ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ സൊസൈറ്റി, നമുക്കൊന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് പ്രോമിനൻ്റായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരു സൊസൈറ്റി. അത് മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അത് എങ്ങനെയാണ്, അതായത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റുമുള്ളവരെ കൂടി, അവരെ ഓരോരുത്തരെയും, നമ്മളെയും നമ്മളുടെ കൂടെ നിൽക്കുന്നവരെയും അതെങ്ങനെ ബാധിക്കും എന്നുകൂടി ചിന്തിച്ചാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക. അല്ലാതെ ഞാൻ മാത്രം അലൂഫ്, എല്ലാത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലല്ല, നമ്മുടെ ചുറ്റുമുള്ളതിനെയും കൂടി കണക്കിലെടുത്തുള്ള ഒരു ചിന്താഗതിയാണ് കളക്റ്റിവിസ്റ്റിക് തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ കളക്റ്റിവിസ്റ്റിക് സൊസൈറ്റി എന്ന് നമ്മൾ പറയുന്നത്. അത് ഈ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും അതിനെ സംബന്ധിച്ച് തന്നെ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ഏറെക്കുറെ മാറ്റങ്ങൾ വരുത്തും. അതാണ് സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേതാണ്
എവല്യൂഷണറി പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ സർവൈവലിന് വേണ്ടിയിട്ട്, അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. അത് നാച്ചുറൽ സെലക്ഷൻ ഓഫ് സോഷ്യൽ ബിഹേവിയേഴ്സ്, അതായത് അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് എന്താണോ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ സൊസൈറ്റിയിൽ കണ്ടുവരുന്നത് അത് നമ്മൾ അങ്ങ് അഡാപ്റ്റ് ചെയ്യും. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാനായിട്ട് ചിന്തിക്കാവുന്നത്, ഇപ്പം ഒരു പേരൻസ് കുഞ്ഞുങ്ങളുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും, വേണമെങ്കിൽ അവർ ജീവൻ തന്നെ കൊടുക്കും അല്ലേ. അതാണ് കിൻ സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീൻസ്, അതായത് നമ്മുടെ പാരമ്പര്യം, ഹെറിഡിറ്റി, അത് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ബിഹേവിയേഴ്സ്, അതിനെയാണ് നമ്മൾ ഈ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വരുന്നതാണ് സോഷ്യൽ ലേണിംഗ് പെർസ്പെക്റ്റീവ്. ഇത് നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവരെ കണ്ട് അവരെ ഒബ്സർവ് ചെയ്തും ഇമിറ്റേറ്റ് ചെയ്തും നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലേ, ബന്ദൂരയുടെ ബോബോഡോൾ എക്സ്പെരിമെൻറ്റ്. അതായത് നമ്മുടെ ബിഹേവിയർ മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം, നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ബോബോഡോൾ എക്സ്പെരിമെൻറ്റ്. പിന്നെ സോഷ്യൽ ലേണിംഗ് പെർസ്പെക്റ്റീവിൽ നമുക്കൊരു പോയിൻറ്റും കൂടി പറയാം. നമ്മുടെ ബിഹേവിയർ റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും കൊണ്ട് ഷേപ്പ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മുടെ സ്കിന്നർ, ക്ലാസിക്കൽ കണ്ടീഷനിങ്, പിന്നെ പാവ്ലോവിൻ്റെ, പിന്നെ സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്, അതൊക്കെ വെച്ച് നമുക്ക് പറയാം ബിഹേവിയർ റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും കൊണ്ട് ഷേപ്പ് ചെയ്യപ്പെടും. വളരെ ഈസി ആയിട്ട് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മീഡിയയിൽ കാണുന്ന അഗ്രഷൻ, നമ്മൾ ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ബിഹേവിയറിലും വരും. അതാണ് സോഷ്യൽ ലേണിംഗ് പെർസ്പെക്റ്റീവ്. നാലാമത്തേതാണ് സോഷ്യൽ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്. കോഗ്നിഷൻ എന്നുള്ള വാക്ക് പറഞ്ഞാൽ തന്നെ നമ്മൾ ആലോചിക്കാനകത്ത് തോട്ട്സിന് അവിടെ റോളുണ്ട്. അതായത് സോഷ്യൽ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ജഡ്ജ്മെൻറ്റ്സ് എന്തിനെക്കുറിച്ച്, സോഷ്യൽ ഇൻറ്ററാക്ഷൻസിനെ കുറിച്ച് നമ്മൾ വയ്ക്കുന്ന ജഡ്ജ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട്, അത് നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. മറ്റുള്ളവരെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നതാണ് സോഷ്യൽ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്. അതായത് ഒരാളിനെ നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ അയാളുടെ പല സ്വഭാവങ്ങളും കൊണ്ട് നമുക്ക് തോന്നുകയാണ്, ഇയാൾക്ക് എന്നെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇയാളെ അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ അതിന് പ്രത്യേകിച്ച് പ്രൂഫൊന്നുമില്ല, അത് നമ്മളുടെ പെർസെപ്ഷനാണ്, നമ്മുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ് മറ്റൊരാളിനെ കുറിച്ച്. അതുകൊണ്ട് നമ്മൾ വരുത്തുന്ന ബിഹേവിയർ എന്താണ്, അയാളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് സോഷ്യൽ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്. ഇനി ഈ സോഷ്യൽ കോഗ്നിഷനിലും പെർസെപ്ഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നൊരു സംഭവമാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇവൻറ്റിന് ഉള്ള കോസ്, അതായത് ആ ഇവൻറ്റ് നടക്കാനുള്ള റീസൺ എന്തിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കുറച്ചും കൂടെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതായത് ഇപ്പം എന്താണ് ഒരു ബിഹേവിയറിനെ കോസ് ചെയ്യുന്നത്, ഒരു ബിഹേവിയറിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ആട്രിബ്യൂഷൻ പറയുന്നത്. ആ ബിഹേവിയറിന് കാരണം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആണെങ്കിൽ, അതായത് അയാളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളതിനെ ഇൻറ്റേർണൽ ആട്രിബ്യൂഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ആ ബിഹേവിയറിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി ഇൻറ്റേർണൽ ആട്രിബ്യൂഷനെ തന്നെ നമുക്ക് ഡിസ്പൊസിഷണൽ ആട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. എക്സ്റ്റേണൽ ആട്രിബ്യൂഷനെ നമ്മൾ സിറ്റുവേഷണൽ ആട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമിന് നമുക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റി, ടൈം കിട്ടി, റിവിഷന് ടൈം കിട്ടി, അതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ അത് നമ്മൾ എന്ത് ആട്രിബ്യൂഷനാണ്, അത് ഇൻറ്റേർണൽ ആട്രിബ്യൂഷനാണ്. അതേസമയം നമുക്ക് എക്സാമിന് കുറച്ച് മാർക്ക് കുറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഔട്ട് ഓഫ് സിലബസ് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് റീസൺ എന്താണ് പറയുന്നത്, എനിക്ക് പഠിക്കാനുള്ളതൊക്കെ ഞാൻ പഠിച്ചു, പക്ഷേ എനിക്ക് മാർക്ക് കുറയാൻ കാരണം ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നതാണ്. അതായത് ഒരു എക്സ്റ്റേണൽ കാര്യം കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്. അതാണ് എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
ഇനി ഇതിൽ തന്നെ കുറച്ച് കണ്ടിന്യൂഷനായിട്ട് വരുന്നൊരു സംഭവമാണ് സ്കീമയും സ്റ്റീരിയോ ടൈപ്പും. സ്കീമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീമാസ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഫ്രെയിം വർക്കാണ്. നമ്മൾ ഇൻഫർമേഷൻ എങ്ങനെയാണോ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് അതിനുള്ളൊരു ഫ്രെയിം വർക്കാണ് സ്കീമ. നമ്മളതൊരു ഫയലാണ് എന്ന് ആലോചിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമ്മുടെ മൈൻഡിലൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുകയാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഫുഡ് മാത്രമല്ല വരുന്നത്, ആ റെസ്റ്റോറൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തൊക്കെ വരുന്നുണ്ടോ അതിൻ്റെ ലൊക്കേഷൻ, അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, അവിടെ ഓർഡർ എടുക്കാൻ വരുന്ന ആൾക്കാർ, വെയിറ്റർ, സെർവർ, അവരുടെ ലൈറ്റിംഗ്, അവിടുത്തെ ഫുഡിൻ്റെ മെനു, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡിലേക്ക് വരും നമുക്ക് പരിചയമുള്ളൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞാൽ. അപ്പോൾ അതായത് ആ റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു ഫയൽ ഓപ്പൺ ആവുന്നു എന്നോ ആലോചിച്ചാൽ മതി. സ്കീമ എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഫ്രെയിം വർക്കാണ്. അതിനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഫയലുമായിട്ട് ഉപമിക്കാം. ഇനി സ്റ്റീരിയോ ടൈപ്പ് എന്താണ് എന്നുള്ളത് നോക്കാം. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് സ്കീമയാണ്. സ്റ്റീരിയോ ടൈപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെക്കുറിച്ച് നമ്മളുണ്ടാക്കുന്ന ഒരു ജനറലൈസേഷനാണ്. അവരിങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഭയങ്കര റൂഡായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പാണോ അവർ വളരെ നല്ല ഗ്രൂപ്പാണ്, ഇന്ന സ്ഥലം നമ്മൾ ചിലപ്പോഴൊക്കെ പറയും അല്ലേ, ചില ജില്ലയിലുള്ള ആൾക്കാർ വളരെ ശാന്ത സ്വഭാവക്കാരാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്കീമയാണ്. ഇനി സ്റ്റീരിയോ ടൈപ്പ് മോശമാണെങ്കിൽ, അതായത് നമുക്ക് നെഗറ്റീവ് ജനറലൈസേഷൻ ആണെങ്കിൽ, അത് ചില സോഷ്യൽ കൺസ്ട്രക്റ്റുകളായ പ്രിജുഡിസ്, ഡിസ്ക്രിമിനേഷൻ ഇതിലേക്കൊക്കെ നയിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ആട്രിബ്യൂഷനെ പറ്റി പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആട്രിബ്യൂഷൻ ബയസുകളെ പറ്റി പറയാതെ അത് കംപ്ലീറ്റ് ആവില്ല. ആട്രിബ്യൂഷൻ ബയാസ് എന്ന് പറയുന്നതിന് ആട്രിബ്യൂഷൻ എറേഴ്സ്, അതായത് നമ്മളൊരു ബിഹേവിയറിനുള്ള റീസൺ ഇന്നതാണ് എന്ന് പറയുമ്പോൾ സംഭവിക്കാവുന്ന എറേഴ്സാണ് ആട്രിബ്യൂഷൻ ബയാസ്. അതിലാദ്യത്തേതാണ് ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ. അതായത് മറ്റുള്ളവരുടെ ബിഹേവിയറിന് നമ്മൾ അവരുടെ പേഴ്സണാലിറ്റി ആണ് കാരണം എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ മെനക്കെടാറില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾ നമ്മളോട് എന്തെങ്കിലും കാര്യത്തിന് റൂഡായിട്ട് ബിഹേവ് ചെയ്തു. അപ്പം നമ്മളതിന് പറയുന്നു അയാളല്ലെങ്കിൽ അങ്ങനെയാണ്, അയാൾ ജന്മനാൽ തന്നെ ഫ്രണ്ട്ലി അല്ലാത്തൊരാളാണ്, ദേഷ്യക്കാരനാണ് എന്ന് പറയും. അതേസമയം അയാൾക്ക് വേറെ എന്തെങ്കിലും അയാളുടെ ഒരു ബാഡ് ഡേ അല്ലെങ്കിൽ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ കൂടെയാണോ പുള്ളി കടന്നു പോകുന്നത്, അതുകൊണ്ടായിരിക്കുമോ അങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതായത് മറ്റുള്ളവരുടെ സ്വഭാവത്തിന് കാരണം അവരുടെ പേഴ്സണാലിറ്റിക്ക് നമ്മൾ കൊടുക്കുകയാണ്, ആട്രിബ്യൂട്ട് ചെയ്യുകയാണ് റീസൺ. സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നു. രണ്ടാമത്തത് സെൽഫ് സെർവിങ് ബയാസ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരേ കാര്യം തന്നെ നമുക്ക്, അതായത് ഒരു സക്സസ് വന്നാൽ നമ്മളതിനെ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, ഇൻറ്റേർണൽ നമ്മുടെ എഫേർട്ട് കൊണ്ടാണ്, ഞാൻ പഠിച്ചത് കൊണ്ടാണ്. അതേസമയം ഫെയിലിയർ വന്നാൽ അത് പുറമേയുള്ള കാരണങ്ങൾ കൊണ്ടാണ്, ബാഡ് ലക്ക് കൊണ്ടാണ് എന്ന് നമ്മൾ പറയുന്നു. ഇനി അടുത്തതാണ് ആക്ടർ ഒബ്സർവർ ബയസ്. ഇതിൽ നമ്മുടെ സ്വന്തം ബിഹേവിയറിന് ഒരേ കാര്യം തന്നെ ആയിരിക്കും, നമ്മുടെ സ്വന്തം ബിഹേവിയറിന് നമ്മൾ സിറ്റുവേഷൻ ഫാക്ടറിനെ കൊടുക്കണം, ആട്രിബ്യൂട്ട് ചെയ്യണം. അതേസമയം അതേ കാര്യം തന്നെ മറ്റൊരാൾ കാണിച്ചാൽ അയാളുടെ പേഴ്സണാലിറ്റിക്കാണ് പ്രോബ്ലം എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, അപ്പം നമ്മൾ പറയുകയാണോ അത് ഇന്ന ആൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ദേഷ്യം വന്നു എന്ന് പറയുകയാണ്. അതേസമയം വേറൊരാൾ, നമ്മുടെ അടുത്തുള്ള ഒരാൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അപ്പോഴേ പറയും, അയ്യോ ഭയങ്കര ദേഷ്യക്കാരനാണ്, എപ്പോഴും ദേഷ്യമാണ് ഇയാൾക്ക് എന്ന് നമ്മൾ പറയും. അതിനെയാണ് ആക്ടർ ഒബ്സർവർ ബയസ്. 4, ഹാലോ എഫക്റ്റ്. അത് ഒരാളിനെ കുറിച്ച് നമുക്കൊരു പോസിറ്റീവ് ഫസ്റ്റ് ഇമ്പ്രഷൻ കിട്ടിയെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയപ്പോൾ പുതിയതായിട്ടൊരാളിനെ പരിചയപ്പെട്ടു, അയാൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിച്ചു. അപ്പോൾ അയാൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിച്ചു, അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് വേറെ ഒന്നും അറിയില്ല. എന്നിരുന്നാലും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നല്ലതും അയാൾ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതും ആയതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയുടെ ഫുൾ പേഴ്സണാലിറ്റിക്ക് ഒരു പോസിറ്റീവ് മാർക്ക് കൊടുക്കും. ഈവൻ ഫോർ എക്സാമ്പിൾ, അയാൾ ഭയങ്കര കൈൻഡാണ്, അയാൾ നല്ല സ്വഭാവമുള്ള ആളാണ്, വേണമെങ്കിൽ അയാൾ നല്ല ഇൻ്റലിജൻ്റാണ്, അയാൾ നല്ലൊരു പേരൻ്റാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അയാൾക്ക് പോസിറ്റീവ് റിമാർക്സ് കൊടുക്കും. ഇതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസ് നോക്കാം. സോഷ്യൽ ഇൻഫ്ലുവൻസ്, അതായത്
പുറമേയുള്ള സൊസൈറ്റിയുടെ അല്ലെങ്കിൽ പുറമേയുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് നമ്മളിൽ അഫക്റ്റ് ചെയ്യുന്നത് 3 രീതിയിലാണ്. 3 കൈൻഡ് ഓഫ് റിയാക്ഷൻസ് നമ്മളിൽ നിന്നുണ്ടാവാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൺഫേമിറ്റി, ഒബീഡിയൻസ്, കംപ്ലയൻസ്. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കൺഫേമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫേമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനോട് നമ്മളങ്ങ് യോജിക്കുകയാണ്, കൺഫേം ചെയ്യുകയാണ്. അവരതാണ് ശരി എന്ന് പറഞ്ഞാൽ നമ്മളും പറയും അതാണ് ശരി. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരണം. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം വി ആർ ബൗണ്ട് ടു ഡു, നമ്മളത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരാണ്. അതായത് വി ആർ സപ്പോസ് ടു ഡു ദാറ്റ് എന്നുള്ളൊരു കൈൻഡ് ഓഫ് ചിന്താഗതി നമുക്ക് വരുന്നു. അതിനെയാണ് നമ്മൾ കംപ്ലയൻസ് എന്ന് പറയുന്നത്. ഓരോന്നിലേക്ക് നോക്കാം. കൺഫേമിറ്റിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റാണ് സോളമൻ ആഷിൻ്റെ കൺഫേമിറ്റി എക്സ്പെരിമെൻറ്റ്. അതിലെന്താണ് ചെയ്തത്? അദ്ദേഹം 2 ലൈൻസ്, മാച്ചിങ് ലെങ്ത്തിലുള്ള 2 ലൈൻസ് വെച്ചു. അപ്പോൾ എന്നിട്ട് ആൾക്കാരോട് ചോദിച്ചു, ഈ ലൈൻസിൽ ഇത് 2 ലൈനും സെയിം ലെങ്ത് ആണോ, അല്ലെങ്കിൽ സെയിം ലെങ്ത് ഉള്ള ലൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് തന്നെ സോളമൻ ആഷിൻ്റെ സ്റ്റഡിയുടെ പാർട്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, അല്ലാതെ പുറമേ നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ പുറമേ നിന്ന് വന്നവർ 2 ലൈനും ലെങ്ത് സെയിം ആണ് എന്ന് പറഞ്ഞെങ്കിലും മറ്റവർ, അതായത് സ്റ്റഡിയുടെ പാർട്ടായിട്ടുള്ളവർ പറഞ്ഞു അല്ല, 2 ലൈനും സെയിം ലെങ്ത് അല്ല. അപ്പോൾ കൂടുതൽ മെജോറിറ്റി സെയിം ലെങ്ത് അല്ല എന്ന് പറഞ്ഞപ്പോൾ, അതായത് സോഷ്യൽ ഒരു പ്രഷർ വന്നപ്പോൾ കൂടുതൽ ആൾക്കാർ എന്താണോ പറഞ്ഞത് അതിനോട് കൺഫേം ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് തന്നെ അറിയാം അവരുടേതാണ് ശരി, അതായത് 2 കണ്ടാൽ തന്നെ അറിയാം സെയിം ലെങ്ത് ആണെന്ന്. എന്നിരുന്നാലും സോഷ്യൽ പ്രഷറിനനുസരിച്ച് അവർ മെജോറിറ്റിയുടെ അടുത്ത് കൺഫേം ചെയ്തു. ഇതാണ് സോളമൻ ആഷിൻ്റെ സ്റ്റഡി. ഇനി ഒബീഡിയൻസിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റഡിയാണ് മിൽഗ്രാമിൻ്റെ എക്സ്പെരിമെൻറ്റ്. അതിനകത്ത് എന്താണ് ചെയ്തത്? കുറച്ച് അതോറിറ്റി ഫിഗേഴ്സ് പറയുന്നതിനോട് ആൾക്കാർ എങ്ങനെ ഒബേ ചെയ്യുന്നു അവർ പറയുന്നത് എന്നുള്ളതാണ് മിൽഗ്രാമിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇതിനകത്ത് എന്താണ് പറഞ്ഞത്? അതോറിറ്റി ഫിഗേഴ്സ്, അതായത് ലാബ് കോട്ട്സ് ഇട്ട കുറച്ച് ആൾക്കാർ അവർ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അവർ തെറ്റാണ് ആൻസർ പറയുന്നതെങ്കിൽ ആൾക്കാരോട് പറഞ്ഞു എന്താണ് അവർക്ക് ഷോക്ക് കൊടുക്കാൻ. അത് ഷോക്ക് കൊടുക്കുക മാത്രമല്ല, അത് കൂട്ടി കൊണ്ടുവരണം. ഓരോ റോങ് ആൻസർ അവർ പറയുമ്പോഴും ഷോക്കിൻ്റെ അളവ്, മാഗ്നിറ്റ്യൂഡ് കൂട്ടി കൊണ്ടുവരാനും പറഞ്ഞു. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? ഷോക്ക് കൊടുക്കുന്നു, മുമ്പിലുള്ള ആൾക്ക് വേദന എടുത്ത ആൾ കരയുന്നു. എന്നിരുന്നാലും അതൊരു അതോറിറ്റി ഫിഗർ, നിങ്ങൾ ഷോക്ക് കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവർ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടേയിരുന്നു. ആൾക്കാർ അതോറിറ്റി ഫിഗേഴ്സിന് കൺഫേം ചെയ്യും, അതായത് ഒബേ ചെയ്യും എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ റിസൾട്ട്. കംപ്ലയൻസിന് വേണ്ടിയിട്ടൊരു എക്സ്പെരിമെൻറ്റ് പറയാനാണെങ്കിൽ അതിൽ ഫേമസ് ആയിട്ടുള്ളതാണ് ഫുട്ട് ഇൻ ദ ഡോർ എക്സ്പെരിമെൻറ്റ്, ഫ്രീഡ്മാനും ഫ്രേസറും നടത്തിയത്. അതിനകത്ത് എന്താണ് പറഞ്ഞത്? ആദ്യം പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് വളരെ ഹാംലെസ് ആയിട്ടുള്ള ചെറിയൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അതായത് അവരുടെ വിൻഡോയിലൊരു ചെറിയ സ്റ്റിക്കർ ഒട്ടിക്കാൻ, സേഫ് ഡ്രൈവിങ്ങിനെ കുറിച്ച്. എന്നിട്ട് അത് ചെയ്തവരോട് ഇവർ പിന്നീട് എന്ത് ചെയ്തു? അത് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ചവരോട് പിന്നീട് അവർക്കൊരു വലിയ ടാസ്ക് കൊടുത്തു. അതായത് അവരുടെ കോർട്ട്യാർഡിൽ, അവരുടെ മുറ്റത്ത് ഒരു വലിയ ബാനർ പോലെ സൈൻ ബോർഡ് വയ്ക്കാൻ, സേഫ് ഡ്രൈവിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഈ സ്റ്റഡിയുടെ റിസൾട്ട് ഇതായിരുന്നു. ആദ്യം പറഞ്ഞൊരു ചെറിയ റിക്വസ്റ്റ് കംപ്ലൈ ചെയ്ത ആൾക്കാർ, അതായത് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞപ്പോൾ ഒട്ടിച്ച ആൾക്കാർ, ദേ വെർ മോർ ലൈക്ലി ടു കംപ്ലൈ വിത്ത് ദ ബിഗർ റിക്വസ്റ്റ്. അതായത് ഒരു ലാർജ് റിക്വസ്റ്റിന് നമ്മൾ കംപ്ലൈ ചെയ്യും എപ്പോൾ? ഓൾറെഡി നമ്മളൊരു സ്മോൾ റിക്വസ്റ്റ് കംപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കംപ്ലയൻസ് എന്തൊക്കെ കാരണം കൊണ്ടാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒന്ന്, സോഷ്യൽ പ്രഷർ, അതായത് മറ്റുള്ളവരുടെ പ്രസൻസും അവരുടെ അഭിപ്രായങ്ങളും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. 2, അതോറിറ്റി ഫിഗർ നമ്മുടെ അടുത്തൊരു കാര്യം ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മളത് കൂടുതലും ഫോളോ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റേഴ്സ്, ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പറയുന്നൊരു കാര്യം അവരൊരു റൂളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ അവരത് പറയുമ്പോൾ നമ്മളത് അനുസരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പെർസീവ്ഡ് സിമിലാരിറ്റി, നമ്മളോട് കൂടുതൽ സാദൃശ്യമുണ്ട് എന്ന് തോന്നുന്നവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് കംപ്ലൈ ചെയ്യും.
അതായത് ഫോർ എക്സാമ്പിൾ അത് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാവാം, അക്കാഡമിക്സ് നമ്മുടെ അതേ പഠിത്തം ഉള്ളവരാവാം, അതേ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ അതേ ജോബ് സ്റ്റാറ്റസ് ഉള്ളവരാവാം. അങ്ങനെ നമ്മളുമായിട്ട് സിമിലർ ആണ് എന്നുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ കംപ്ലൈ ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ഫോർത്താണ് കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി ഒരു കമ്മിറ്റ്മെൻറ്റ്, നമ്മളൊരു വാക്ക് കൊടുത്തു ചെയ്യാം എന്നുള്ളത്. അങ്ങനെ നമ്മൾ വാക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് ഫോളോ ത്രൂ, നമ്മളത് ആ കാര്യം നമ്മൾ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാനായിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങുന്നവരോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ വേറെ ആരോടെങ്കിലും കൂടെ പറയൂ, ഫാമിലിയിലുള്ളവരോട് പറയൂ ഞാൻ ജിമ്മിൽ പോവുകയാണെന്ന്. അപ്പോൾ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാക്കാൽ നമ്മളത് പാലിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്, അത് കംപ്ലൈ ചെയ്യും. അപ്പോൾ ഈ 4 കംപ്ലയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇനി നേരത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മളൊരു വാക്ക് പറഞ്ഞു, അതുപോലെ തന്നെ കംപ്ലയൻസിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്. അതാണ് ആദ്യത്തെ തന്നെ ടെക്നിക്ക്, ഫുട്ട് ഇൻ ദ ഡോർ. അതെന്താണെന്ന് ആ എക്സ്പെരിമെൻറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ. ആദ്യം നമ്മുടെ അടുത്തൊരു സ്മോൾ റിക്വസ്റ്റും കൊണ്ട് വരും. അത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ വരും ഒരു വലിയ റിക്വസ്റ്റ്. ആദ്യം ചെറുത് പിന്നെ വലുത്. അതാണ് ഫുട്ട് ഇൻ ദ ഡോർ. രണ്ടാമത്തെ ടെക്നിക്കാണ് ലോ ബോൾ ടെക്നിക്ക്. അതായത് ആദ്യം നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഓഫറൊക്കെ തരും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സിം കാർഡ് വരികയെന്ന് വിചാരിക്കും. ആ സിം കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആണ്, നെറ്റ് ഫ്രീ ആണ്, കോൾ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞുള്ള ഓഫറുകൾ വരും. പക്ഷെ പതിയെ നമ്മളത് യൂസ് ചെയ്ത് നമ്മളതുമായിട്ട് യൂസ് ടു ആയി കഴിയുമ്പം പയ്യെ അൺഫേവറബിൾ ടേംസ് കൊണ്ടുവരാൻ തുടങ്ങും. അതായത് നിങ്ങൾ മാസം 200 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേ ഓഫേഴ്സ് ഇനി ലഭ്യമാണ് എന്നൊക്കെ പറഞ്ഞു വരും. അതാണ് ആദ്യം ഒരുപാട് അട്രാക്റ്റീവ് ഓഫർ. പിന്നീട് പയ്യെ അവരുടെ തനിനിറം കാണിച്ചു തുടങ്ങും. അതാണ് ലോ ബോൾ ടെക്നിക്ക്. തേർഡാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക്. അതായത് ആദ്യം ഒരു വലിയ റിക്വസ്റ്റ് കൊണ്ടുവരും, അതിന് പിന്നാലെയാണ് സ്മോളർ റിക്വസ്റ്റ് വരിക. അതിന് ഈസി എക്സാമ്പിളാണ്, ഒരാൾ നമ്മളോട് എനിക്കൊരു 50,000 രൂപ കടം തരുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ പറയും, 50,000 രൂപയോ? 50,000 രൂപയൊന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല, എന്നാൽ എനിക്കൊരു 1000 രൂപ തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും 50,000 കയ്യിൽ നിന്ന് പോകണ്ടല്ലോ, 1000-ലോട്ട് ഒതുങ്ങിയല്ലോ, 1000 കൊടുത്തേക്കാം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കും. ഇതാണ് ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക്. ആദ്യം ഒരു വലിയ റിക്വസ്റ്റ്, അപ്പോൾ അത് നമ്മൾ ഡിനൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുമോ ചെറിയ റിക്വസ്റ്റിനൊന്ന് കംപ്ലൈ ചെയ്യണം എന്ന്. അതാണ് ഡോർ ഇൻ ദ ഫേസ്. ആദ്യം വലുത് പിന്നെ ചെറുത്. ഫുട്ട് ഇൻ ദ ഡോർ ആണെങ്കിൽ ആദ്യം ചെറിയ റിക്വസ്റ്റ്, അത് കംപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വലിയ റിക്വസ്റ്റ്. ടോപ്പിക്കിൽ ഇനിയും കണ്ടിന്യൂഷൻ ഉണ്ട്. ഗ്രൂപ്പ് ഡൈനാമിക്സ്, പ്രോ സോഷ്യൽ ബിഹേവിയർ, ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ്, സോഷ്യൽ ഐഡൻറ്റിറ്റി, കൾച്ചറൽ ഡയമെൻഷൻസ്, പിന്നെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ. ഇങ്ങനെ കുറച്ച് പോർഷൻസും കൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് ചെയ്യാം. താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിലോ കമൻറ്റ് ചെയ്യുക. എന്നാൽ കഴിയുന്നത് പോലെ പ്രിപ്പയർ ചെയ്ത് ചെയ്യാനായിട്ട് നോക്കാം. താങ്ക് യു.